സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സന്ധ്യ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിശ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ പരിശുദ്ധാത്മ പ്രേരിതമായ നിലയിലാണ് നമ്മുടെ ദൈവവചന പഠനം നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നാം പഠിച്ച വിഷയം വളരെ സ്പെസിഫിക് ആയി പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയ നിമിത്തം തുടങ്ങി വെച്ച സബ്ജക്റ്റാണ്. നമ്മൾ ഓരോ ദിവസവും ദൈവവചന കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മുൻപൊക്കെ ഓർപ്പിക്കാറുള്ളത് പോലെ കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കേൾക്കുന്ന വചനത്തിനൊത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുറെ ഇന്റലക്ച്വലായി കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ശേഖരിക്കുക എന്നുള്ളതല്ല, മറിച്ച് കേട്ട വചനത്തിനനുസരിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാകണം. തിരുത്തലുകൾ വേണ്ട ഇടത്ത് തിരുത്തുകയും അനുസരിക്കേണ്ട ഇടത്ത് അനുസരിക്കുകയും വിധേയപ്പെടേണ്ട തിരുവഴുത്തിന് മുമ്പാകെ വിധേയപ്പെടുകയും ഏറ്റെടുക്കേണ്ട വചനത്തെ ഏറ്റെടുക്കുകയും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെ അതേപടി ചെയ്യാനുമൊക്കെയുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവവചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. ഞാന് ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഈ യാത്ര, ലക്ഷ്യബോധമില്ലാതെയുള്ള സ്പിരിച്വൽ ജേർണി വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കുമെന്നും ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയാണോ ആ ഗോൾ മാറി, ലക്ഷ്യം മാറി മറ്റു പലതിലേക്കും നമ്മുടെ ദർശനവും കാഴ്ചപ്പാട് പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം തിരുവചന വെളിച്ചത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, കനാന്റെ ദർശനം ലഭിച്ചിറങ്ങിയ ഒരു കൂട്ടം ജനം കനാലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത് എന്നിപ്പോ അപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. ഉണ്ടോ? ഒരു കാലത്ത് വല്ല വിധേനയും കനാലിൽ എത്തിയാൽ മതി എന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പം മോശയോട് പറയാണ്, ഞങ്ങളോട് കൃപയുണ്ടെങ്കിൽ കനാൻ നാട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത്. സ്തോത്രം. നമ്മളെ നടത്തുന്നവരും നമ്മെ കനാലിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കനാന്റെ ദർശനം നഷ്ടപ്പെട്ട ജനവും നടത്തിപ്പുകാരനും കൂടെ വന്നാൽ വലിയ അപകടം ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ദർശനം ഏതാണോ, കനാന്റെ ദർശനം ലഭിച്ചവർ ആ കനാൻ ആയിരിക്കട്ടെ ലക്ഷ്യം. അല്ല തേരഹിനെ പോലെ ഹാരാന്റെ ദർശനമാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ let them go according to that. അവരതനുസരിച്ച് പോട്ടെ. പക്ഷെ നമ്മുടെ ദർശനം എന്താണെന്നുള്ള വിഷയം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ദർശനം എന്താണ്? അത് കനാൻ ദേശമാണ്. ആ കനാൻ ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഇപ്പോൾ പറയാണ്, ഞങ്ങളെ അക്കരെ കൊണ്ടുപോകണ്ട, ഞങ്ങൾക്ക് ഇക്കരെ സ്ഥലം ഉണ്ടല്ലോ. ഏത് സ്ഥലം? നിർബന്ധിച്ച പ്രധാന ആളുകൾ രൂപന്യരും ഗാദ്യരും. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. അതാണ് സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 33-ാമത് വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. കണ്ടോ? രൂബേന്യരും ഗാദ്യരും എന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് കിട്ടി. ഇപ്പൊ മറ്റുള്ളവരെ കൂടെ ഇത് പ്രാപിക്കാൻ എന്താണ് വഴിയെന്നാണ് അവരുടെ ചിന്ത.
രൂപേനർക്കും ഗാദ്യർക്കും വഴിമധ്യേ ശത്രുക്കളായി കണ്ട് തോൽപ്പിച്ച രാജാക്കന്മാരായ അമോരി രാജാവായ സീഹോന്റെയും ബാശാൻ രാജാവായ ഓഗിന്റെ ദേശം ഗാദ്യർക്കും രൂപേനർക്കും കിട്ടി. കണ്ടോ? അപ്പൊ അവര് പറയുന്നത്, നീ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ദേശം ദൈവം നിനക്ക് വേണ്ടി അളന്ന് മാറ്റിയിട്ടു. എവിടെ? സ്വോത്രം. നമ്മൾ കേൾക്കും ദൂത് അങ്ങനെയൊക്കെയല്ലേ? യെസ്. കണ്ടോ? സ്പിരിച്വലൈസ്ഡ് ആയിരുന്ന മെസ്സേജിൽ നിന്നും ദൂതിൽ നിന്നും നമ്മൾ കേൾക്കുന്ന സന്ദേശം നമ്മെ ലോകത്തോട് അടുപ്പിക്കുന്ന സന്ദേശങ്ങളായി മാറി. നമ്മുടെ നോട്ടം തെറ്റിപ്പോകുന്ന, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയിൽ ഓടാൻ നമ്മെ പ്രാപ്തമാക്കുന്നതിന് പകരം ഈ ലോകത്തിന് വേണ്ടി ഓടാൻ, ഈ ലോകത്തെ ലക്ഷ്യമാക്കി ഓടാൻ പ്രാപ്തമാകത്തക്ക നിലയിലായിപ്പോയി. കണ്ടോ? ഇപ്പൊ ഇവര് രൂപനും ഗാദ്യരും പറഞ്ഞ് എന്തിനാ വിഷമിക്കുന്നത്? അവിടെ ആണെങ്കിൽ ഇവിടാണ് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. സ്തോത്രം. ഞാന് ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് കേട്ടിട്ട് കുറെ പേരെന്നെ വിളിക്കുകയും കുറെ കാര്യങ്ങൾ എന്നോട് ആരായുകയൊക്കെ ചെയ്തു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത്ര കൃത്യമായിട്ട് ആളുകൾ ദൈവജനം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഉള്ള മനസ്സിലായപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ മുൻപിൽ ഈ കനാന്റെ ലക്ഷ്യത്തിൽ നമ്മെ ഡൈവേർട്ട് ചെയ്യുന്ന ധാരാളം തന്ത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. യു ഷുഡ് ബി ബിവെയർ ഓഫ് ദാറ്റ്. ദയവായി നിങ്ങൾ അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കും. നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല ഞാൻ വിവരിക്കാൻ പോകുന്നത്. മിക്കവാറും ഇതുകൊണ്ട് നിങ്ങൾ ക്ലാസ് നിർത്താനും ഇറങ്ങിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ശരി, ഞാൻ കാര്യം ഉള്ളതുപോലെ പറയാന്നുള്ളതാണ് എന്റെ ദൗത്യം. ഞാൻ കൊണ്ടാ പറഞ്ഞ നിങ്ങൾക്ക് അത്ര സന്തോഷം തോന്നായിരിക്കും. ഞാൻ മുൻപും പല സന്ദർഭങ്ങളിലും പലരെയും സൂക്ഷിക്കണം, അവരുടെ ട്രാക്ക് ശരിയല്ല എന്നൊക്കെ പലയിടങ്ങളിലും എൻ്റെ ശുശ്രൂഷയിലും പ്രസംഗത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർ എന്നെ വിമർശിക്കുകയും അദ്ദേഹം മുൻവിധിയോടെ കാണുന്ന ആളാണെന്നും അദ്ദേഹത്തിന് എല്ലാവരും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലെന്നും ഒക്കെ പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ്. ഞാൻ അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒറ്റപ്പെടുന്നതിനകത്ത്. സ്തോത്രം. ഞാൻ അറിഞ്ഞത് എന്താണെന്നും ഞാൻ എന്താണ് പഠിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുള്ളത്തോളം കാലം ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്കിത് വിഷയമേ അല്ല. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ ആരുമായിട്ടാ ഉടമ്പടി ചെയ്തിരിക്കുന്നതെന്നും എന്റെ കമ്മിറ്റ്മെന്റും എന്റെ ഉടമ്പടി ആരുമായിട്ടാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളത്തോളം കാലം എന്നെ ഇത് ലെവലേശ വേശാറില്ല, എന്ത് വന്നെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുന്നതിനെ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ പോലെ അത് വല്ലാത്ത ജനത്തെ ആവേശത്തിലാക്കുന്ന ഒരു ദൂതും ഒക്കെ ഞാൻ പലരോടും ആളിനൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാന്ന് പറഞ്ഞ പല അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടാൽ തന്നെ നമ്മൾ മതി മറന്നു പോകും. ഓ ആയിക്കോട്ടെ, നമ്മൾ അനാത്മീയനായതുകൊണ്ട് നമ്മൾ ട്രാക്ക് മാറി ചവിട്ടാം. എനിക്കറിയാം ഇത് എവിടെയും ചെന്ന് ഇടിച്ചു നിൽക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം ഈ ദിവസങ്ങളിൽ ചെന്ന് ചാടാവുന്ന എല്ലാ കാടിപ്പോഴും ചെന്ന് ചാടിയിട്ടുണ്ട്. പേരും നാളിനോട് ചോദിക്കരുത്, ഞാൻ കാര്യം മാത്രമേ പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ ദൈവം കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ധാരാളം ഡെഡ് ബോഡീസ് സഭയിലേക്ക് ഇങ്ങനെ ഒഴുകി വരിക, ധാരാളം ഡെഡ് ബോഡികൾ. അപ്പൊ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞനുസരിച്ച് സഭയെ ഉണരുക, സഭ ഉണരണം. എന്തിനു വേണ്ടി? മരിച്ച ധാരാളം വ്യക്തികളുടെ മൃതശരീരം ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നു. പ്രാർത്ഥിച്ച് അതിനെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് സഭ വരാൻ പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഷാജിപ്പാസൊക്കെ ഇങ്ങനെയുള്ള ദൂത് കേൾക്കുന്നത് പുള്ളിക്ക് എന്തോ ദേഷ്യവും കലിപ്പും ഒക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ ആ ഭാഗം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കട്ടെ, മരണം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മുടെ ക്ലാസ് ഇല്ലാഞ്ഞു. ഞങ്ങളുടെ പ്രിയ മാതാവ് കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ഏതായാലും
3 ദിവസം മൃതശരീരം മോർച്ചറിൽ സൂക്ഷിച്ച് 4ാമത്തെ ദിവസമാണ് ഭൗതിക ശരീരം ഞങ്ങൾ അടക്കം ചെയ്തു. ഈ 3 ദിവസവും എപ്പോൾ ചെന്നാലും ബോഡി കാണാവുന്ന രൂപത്തിലുള്ള മോർച്ചറിയിലാണ് ബോഡി സൂക്ഷിച്ചത്. ഞങ്ങൾ ആരും കൃപയാൽ ആത്മാവിൽ നിറഞ്ഞ് കാലിലും കയ്യിലും കയറി പിടിച്ച് കം ബാക്ക് റൈറ്റ് നൗ എന്നൊന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെച്ചൊന്നുമില്ല. സ്തോത്രം. അമ്മയെ വീണ്ടും ജീവിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞത് ഞങ്ങൾ അനാത്മീയരായതുകൊണ്ടോ കർത്താവിൽ വിശ്വാസമില്ലാഞ്ഞതുകൊണ്ടോ അല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മയുടെ ബോർഡ് കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഇട ദൈവസഭയ്ക്കകത്ത് ഇല്ലാഞ്ഞിട്ടും അല്ല. അത് ചെയ്തില്ല. കാരണം അതെന്താ ഡെത്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവും ധാരണ ഉള്ളത്തോളം കാലം ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മരണം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് സഭയിലേക്ക് ധാരാളം മൃതശരീരങ്ങൾ കൊണ്ടുവരും. എല്ലാവരും പ്രാർത്ഥിക്കാൻ റെഡി ആയിക്കോണം. സ്തോത്രം. ഓക്കെ, ഞാൻ അതിനെതിരല്ല. ഇനിയിപ്പം മോർച്ചറിയിൽ കൊണ്ടുപോകാതെ എല്ലാം സഭയിലോട്ട് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോട്ടെ. ഇതെല്ലാം കാര്യം എന്താണെന്നറിയാമോ? സകല അത്ഭുതം ദൈവസഭയ്ക്കകത്തും. ഞാനൊരു കാര്യം പറയാം, ഒറ്റ വാക്ക് നമ്മൾ പലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് പറ്റുന്ന ഒരു അപകടം ഞാൻ പറയാം. ഏദൻ തോട്ടത്തിൽ, ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ സന്ധ്യയായ സമയം ദൈവം താൻ സൃഷ്ടിച്ച ഹവ്വമാരെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ശരിയല്ലേ? പക്ഷെ അവർ ദൈവത്തിന് അകത്ത് പോയി, നമുക്കറിയാം, പാപനിമിത്തം. പക്ഷെ ദൈവം അവരെ അന്വേഷിച്ചു ചെന്നു. എന്നെ ശ്രദ്ധിക്കണേ, ദൈവം അവരെ അന്വേഷിച്ചു ചെന്നു. ആദമേ, നീ എവിടെന്ന് ഉറക്കം വിളിച്ചു. ആദമിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നും മറന്നു പോകാതെ കാതിൽ മുഴങ്ങേണ്ട ഒരു ശബ്ദമാണ് ആദമിന്റെ വായിൽ നിന്ന് വന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആദാം പറഞ്ഞൊരു മറുപടി ഉണ്ട്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചിരിക്കും. എന്റെ ചോദ്യം, ആ തോട്ടത്തിൽ ഏതെല്ലാം മൃഗങ്ങളുണ്ട്? ശരിയല്ലേ? ആദം ഹവ്വമാർ എപ്പോഴെങ്കിലും പറഞ്ഞോ തോട്ടത്തിൽ ആന അലറുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു, പേടിച്ചൊളിച്ചിരിക്കുക എന്ന് പറഞ്ഞോ? ഇല്ല. തോട്ടത്തിൽ സിംഹം അലറുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു, പേടിച്ച് ഞങ്ങൾ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞോ? ഇല്ല. തോട്ടത്തിൽ രാജവെമ്പാല ചീറ്റുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു, പേടിച്ച് ഞങ്ങൾ ഒളിച്ചിരിക്കുക പറഞ്ഞോ? ഇല്ല. തോട്ടത്തിൽ കാട്ടുപോത്തിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു, പേടിച്ചൊളിച്ചിരിക്കുക പറഞ്ഞോ? ഇല്ല. ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും അവിടെ മുഴങ്ങുന്നില്ല. അതാ മനസ്സിലാക്കുന്നത്. തോട്ടം ദൈവത്തിന്റെ തോട്ടമായതുകൊണ്ട് ആ തോട്ടത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നെങ്കിൽ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ശബ്ദം മാത്രമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? സ്തോത്രം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചിരിക്കുന്നു. അർത്ഥം, തോട്ടത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ശബ്ദം മാത്രം, അഥവാ സർവശക്തന്റെ ശബ്ദം മാത്രമേ ആ തോട്ടത്തിൽ മുഴങ്ങുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്തും ദൈവത്തിന്റെ ശബ്ദമല്ലാതെ മാനുഷികമായ ഒരു ശബ്ദവും മുഴങ്ങാൻ പാടില്ല. സ്തോത്രം. ദൈവസഭയിലേക്ക് ഇഷ്ടംപോലെ മൃതശരീരങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ അതേ കക്ഷിയാ പറയും, ഞങ്ങൾ ഗുമ്മിനു വേണ്ടി ചിലപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ പറയും. അതൊരു ഗുമ്മിന് ഞങ്ങൾ പ്രവചിക്കുന്നതാണ്. കണ്ട, അപ്പൊ അവന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ പിടികിട്ടി. ആ കക്ഷിയാ പറഞ്ഞത് ദൈവസഭയിലേക്ക് ധാരാളം ഡെഡ് ബോഡികൾ വരുന്നത് ഞാൻ കാണും, സഭയെല്ലാം ഉണർന്ന് പ്രാർത്ഥിക്കണം. മരിച്ചുപോയ ആൾക്കാരെ മുഴുവൻ സഭയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ജീവിപ്പിക്കാൻ പോവുക. സ്തോത്രം. കർത്താവ് പോലും 3 പേരെ ജീവിപ്പിച്ചുള്ളൂ. ഈ 33 വർഷത്തിനുള്ളിൽ ആകെ 3 പേരെ പലസ്തീനാട്ടിൽ മരിച്ചുള്ളൂ. ലാസറിനെ ഉയർപ്പിച്ചു.
യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഈ മൂന്നല്ലാതെ വേറെ ആരെയും കർത്താവ് എഴുന്നേൽപ്പിച്ചോ? അതെന്താ പരസ്യനാട്ടിൽ ആ 33 വർഷത്തിനിടയ്ക്ക് വേറെ മരണമൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായല്ലോ. സ്വോത്രം. നിങ്ങൾ വിചാരിക്കും എനിക്ക് ആ പുള്ളിയോട് എന്തോ വ്യക്തിവൈരാഗ്യം, ഒരു വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ഇതിന്റെ എല്ലാം പുറകെ പോകാൻ ആളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. മനസ്സിലാകുന്നുണ്ടോ? ഇവർക്കെല്ലാം ഒന്നേ പറയാനുള്ളൂ, കനാനി പോലും കുഴപ്പമൊന്നുമില്ല. രൂപേന്ദ്രൻ ഗാദിരുടെ നിരക്ക് വേണ്ടി ആളെന്ന് മാറ്റിയിട്ടിരിക്കും. നീ വിശ്വസിച്ചോ? 2024 നീ അറിയാത്ത ചില വഴികൾ തുറന്ന് ദേശത്ത് നിന്നെ ആദരിച്ച് ഇല്ല, എന്നാ കുഴപ്പം? നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ അവിടെ നിന്റെ തല ഉയർത്തത്തക്ക നില ഞാൻ നിന്നെ മാനിക്കാൻ പോവുക. എന്തോ കാണിക്കാൻ? വാതോർ നല്ല സ്വോത്രം പോലും പറയാത്ത നിന്നെ ദേശത്ത് മാനിച്ചിട്ട് എന്തോ ഗുണം? പറ. സ്വോത്രം. എന്തോന്ന് മാന്യത? ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അങ്ങനെയൊക്കെയായിരുന്നു ഭക്തന്മാർ. അവരാരും ഞങ്ങൾ അപമാനിക്കപ്പെട്ട ഒത്തവണ്ണം ഞങ്ങൾക്കൂടെ മാന്യത വേണമെന്നും ഈ ലോകത്ത് ഞങ്ങൾ മാനിക്കപ്പെടുമെന്നും അവരാരും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം എന്തറിയാമോ? കനാന്റെ ദർശനം നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം ഉണ്ടാകും. സ്തോത്രം. അതിനർത്ഥം ഇവിടെ ആരും മാനിക്കപ്പെടരുതെന്നോ ഇവിടെ ആർക്കും മാന്യത വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ലക്ഷ്യം അതല്ലെന്നാ ഞാൻ പറഞ്ഞു. അത് വരികയാണെങ്കിൽ വന്നോട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നേടുന്നില്ല നേടിക്കോ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. പക്ഷെ നമ്മൾ ലക്ഷ്യം മറന്നു പോകരുത് ഞാൻ ഈ പറഞ്ഞു വന്നത്. കണ്ടോ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന വ്യത്യസ്തമായി നമ്മെ ലോകത്തോട് അടുപ്പിക്കുന്ന കനാന്റെ ദർശനം നഷ്ടപ്പെടുന്ന ഒന്നിലും ദൈവമക്കൾ കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഈ ദിവസങ്ങളിൽ കേരളത്തിലും ബാംഗ്ലൂരിലും ഒക്കെ തകർപ്പ മീറ്റിംഗ് നടക്കുക. സ്തോത്രം. ചെറിയ മീറ്റിംഗ് ഒന്നുമില്ല, അസാമാന്യ മീറ്റിംഗാണ്. കേരളത്തിൽ ക്ലച്ച് പിടിക്കേണ്ടി പറ്റിയപ്പോഴത്തേക്കിനും തീ ഇറക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഇപ്പൊ ബാംഗ്ലൂരാണ് തീ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ദിവസം കുറയായി. അയ്യോ, നിങ്ങൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല. എനിക്ക് ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പറയാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ പറയേ. ഒരു വിധത്തിലും ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങി തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഈ വേദവസം മറിച്ചും തിരിച്ചും നോക്കിയിട്ടൊന്നും എനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും കാണാൻ പറ്റി. സ്തോത്രം. പക്ഷെ നാട്ടിലുള്ള പലരിനകത്ത് ഭയങ്കര ത്രില്ലടിച്ചായിരിക്കും. അല്ല, ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അവരെ തിരിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം ലാസ്റ്റ് എവിടെ ചെന്ന് എല്ലാം കൂടെ ചേരുക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ടെൻഷൻ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. സ്തോത്രം. അപ്പം അവിടെയൊക്കെ നടക്കുന്ന മീറ്റിംഗ് ഈ ദൈവത്തോട് അടുപ്പിക്കുക, ദൈവകൃപ പ്രാപിക്കുക എന്നതിനേക്കാൾ ഉപരി അതിന്റെയൊക്കെ സെറ്റിങ്സ് വേറെയായി. എനിക്ക് ഈ കക്ഷികളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഞാൻ അവരെയൊന്നും പേരെടുത്ത് പറയാനായിട്ടോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപകടമാണെന്നുള്ള മുന്നറിയിപ്പ് എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പം അവിടെയൊക്കെ ഈ പുതിയ രീതിയിലുള്ള ആത്മീക കൂട്ടായ്മകൾ അങ്ങ് ശക്തമായിട്ട് ദിവസങ്ങൾ എത്രയായെന്നറിയും. ഏതെല്ലാം ദേശത്തു നിന്നാണ് ആൾക്കാർ അവിടെ വരുന്നത്. ഒന്ന് വീഴാൻ വേണ്ടി മാത്രം വരുക. ജസ്റ്റ് ഒന്ന് വീണാ മതി, വേറെ കുഴപ്പമൊന്നും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയും. ഇവരുടെയൊക്കെ ശുശ്രൂഷയിൽ ഇങ്ങനെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ പൗലോസിന്റെയൊക്കെ ശുശ്രൂഷയിൽ എങ്ങനെ ആയിരിക്കണം വ്യാപരിക്കേണ്ടത്? പൗലോസിന്റെയൊക്കെ നിഴലടിക്കുമ്പോൾ രോഗി സൗഖ്യമാവുകയായിരുന്നല്ലോ, അല്ലേ? യെസ്.
പക്ഷെ ആ പൗലോസ് പ്രസംഗിച്ചപ്പോ ഉണ്ടല്ലോ, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അപ്പോസ്തലർ 20-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ആ പൗലോസ് പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ട് ഒരുത്തൻ ഉറങ്ങി ജനലിൽ താഴെ പോയി ചത്തുപോയി. നിങ്ങൾ വായിച്ചു നോക്കണേ, ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണോ? പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം തന്നെ ഒരു ശൂലം ശരീരത്തിൽ കൊടുത്തവനാണ് ആര്? പൗലോസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കഴിഞ്ഞാൽ 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ട ഏക വ്യക്തി പൗലോസ്. തിരുവചനത്തിൽ പറയുന്ന മുഴുവൻ കൃപാവരമുള്ള വ്യക്തി പൗലോസ്. ആ പൗലോസിന്റെ ശുശ്രൂഷയിൽ ഒറ്റൻ ഉറങ്ങിയത് മാത്രമല്ല, തലയും കുത്തി താഴെ പോയി ഓൺ ദ സ്പോട്ടിൽ ആള് മരിച്ചുപോയി. അത് രസം എന്നറിയാമോ നടക്കുന്നത്? ആ സെന്റ് ഓഫ് മീറ്റിംഗിൽ പൗലോസ് പ്രസംഗിക്കുക, പ്രസംഗിച്ച് പ്രസംഗം അങ്ങ് നീട്ടി. പ്രസംഗം കേട്ടു ജനലിരുന്ന ഒരുത്തനല്ലേ ഉറക്കം തൂങ്ങി താഴെ. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ. അത് വായിച്ചേ, അപ്പോസ്തലർ 20-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു. പാതിരാവരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യുക്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ വീണു തഴുകി ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്നു. മതി അത്യന്തം ആശ്വസിച്ചു. മതി. എന്നെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ രംഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ല. നിങ്ങളെ കനാനിൽ കൊണ്ടുപോകാതെ കനാൻ ഇക്കരെ നിങ്ങൾ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. പൗലോസ് പിറ്റേ ദിവസം പുറപ്പെട്ടു പോവുകയല്ല, അതുകൊണ്ട് തലേദിവസം പ്രസംഗിക്കുകയാണ്. അപ്പൊ കിളിവാതിൽക്കൽ യൂത്തിക്കോസ് എന്ന് പറയുക യൗവനക്കാരനിരിക്കുക. പൗലോസിന്റെ പ്രസംഗത്തിന്റെ കാര്യം 9-ാം വാക്യം. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. 5 മിനിറ്റ് സംസാരിച്ചെന്നല്ല, പിന്നെയോ വളരെ നേരം സംസാരിച്ചപ്പോൾ, വളരെ നേരം പ്രസംഗിച്ചപ്പോഴത്തേക്കിനും ഒരുത്തൻ ഉറങ്ങി. മയക്കം വന്നെന്ന് മാത്രമല്ല, കിളിവാതിൽ നമ്മൾ താഴെ പോയി ആള് മരിക്കുകയും ചെയ്തു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രസംഗിച്ചത് ആരാണ്? അപ്പോസ്തലനായ പൗലോസ്. പ്രസംഗത്തിന്റെ നീളം കൂടിയപ്പോഴത്തേക്കിനും ഒരുത്തനിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ആരുടെ പ്രസംഗത്തിൽ? പൗലോസിന്റെ പ്രസംഗം. അപ്പൊ പിന്നെ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ഞാൻ വല്ലതും പറയാൻ പറ്റുമോ? പൗലോസിന്റെ പ്രസംഗത്തിൽ ഉറങ്ങിയത് മാത്രമല്ല, തലയും കുത്തി താഴെ വീണ് ആൾ ജാകുകയും ചെയ്യും. നിങ്ങൾ ഇടയ്ക്ക് മയങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഉറക്കം തന്നെ ഒരു അനുഗ്രഹമാണെന്നുള്ളതിൽ യാതൊരു സംശയം. ഞാൻ പറഞ്ഞത് അതല്ല. ഈ പുതിയ ട്രെൻഡ് കാണിക്കുന്നവരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ. പൗലോസിന്റെ പ്രസംഗം വളരെ നേരം ആയിപ്പോയപ്പോൾ ഒരുത്തിന് ആ വാതിൽക്കൽ ഇരുന്ന് ഉറങ്ങാന്ന് മാത്രമല്ല, അവൻ ഉറങ്ങി താഴെ. സത്യം പറഞ്ഞ അവൻ അന്നേരം മരിച്ചു. എല്ലാവരുടെ ഭയങ്കര ബഹളം. പൗലോസ് താഴെ ഇറങ്ങി ചെന്നേച്ച് അവനെ വീണ് തഴുകി. പേടിക്കേണ്ട, അവന്റെ പ്രാണൻ അവന് മടങ്ങി വന്നിരിക്കുന്നു. അവന്റെ പ്രാണൻ അവന് മടങ്ങി വന്നിരിക്കുന്നു. അവന് മേളിൽ കയറി വന്നു. പിന്നെ പുലരുവോളം പ്രസംഗിച്ചു. ഞാൻ വിചാരിക്കുക ഇന്നെങ്ങാനും ആണെങ്കിൽ ഇവൻ താഴെ വീണു മരിച്ചു. ദൈവദാസൻ താഴെ ഇറങ്ങി വന്നോ, തഴുകി പ്രാർത്ഥിച്ചപ്പോൾ പ്രാണൻ മടങ്ങി വന്നു. മരിച്ചു പോയവൻ പ്രാർത്ഥിച്ചവന്റെ പ്രാണൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രസംഗിക്കാൻ ഒക്കുവോ? നിങ്ങൾ പറ.
പിന്നെ അവിടെ നടക്കുന്ന രംഗങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് പറ. പൗലോസിന്റെ പ്രസംഗത്തിൽ ഉറങ്ങിപ്പോയ ഒരുത്തന് വാതുക്കലിരുന്ന് തലകുത്തി താഴെപ്പോയി, ആളും മരിച്ചു. അയ്യോ, യൂത്തിക്കോസ് മരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വെച്ചപ്പോ പൗലോസ് താഴെ ഇറങ്ങി വന്നവനെ മേൽ തഴുകി പ്രാർത്ഥിച്ചു. അവന്റെ പ്രാണം മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പുലരുവോളം പിന്നെ പ്രസംഗിക്കുകയായിരുന്നു. എന്റെ ചോദ്യം, യൂത്തിക്കോസ് കിളിവാതിക്കൽ നിന്നും താഴെ വീണ് മരിച്ചു, പൗലോസ് വന്ന് പ്രാർത്ഥിച്ചു, ജീവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇന്നാണെങ്കിൽ അവിടെ നടക്കുന്ന എന്തായിരിക്കും നിങ്ങൾ പറ? യൂത്തിക്കോസിനെ എല്ലാവരുടെ ആനയ്ക്ക് സ്റ്റേജിൽ കൊണ്ടുവരും അല്ലേ? ഉടനെ എൻ്റെ ഒരു സാധനം ഇല്ല, കാണിക്കാം, ഇത് കാണിക്കാം, റിമോട്ട് തന്നെ കാണിക്കാം. റിമോട്ട് അല്ലെങ്കിൽ ആ മൈക്ക് യൂത്തിക്കോസിനെ ഒത്തിച്ച് പറയും, സഹോദരൻ ഉണ്ടായ അനുഭവം ഒന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് വീണത്? ഈ വചനത്തിന്റെ ഏത് ഭാഗം കേട്ടപ്പോഴാണ് താഴെ വീഴുവാൻ തൊക്കുന്ന ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചത് അല്ലേ? ആ വീണ അവസരത്തിൽ എന്താണ് സഹോദരന് സംഭവിച്ചത് അല്ലേ? ആ പ്രാണം പോയ അവസരത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പൗലോസ് ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരനുണ്ടായ അനുഭവം ഒന്ന് വിവരിക്കാൻ പറ്റും? എങ്ങനെയാണ് പ്രാണം പോയത്? പ്രാണം പോയപ്പോൾ എവിടേക്കാണ് പോയത് ഒന്ന് പറയാൻ പറ്റുമോ? അവനെ കൊണ്ട് ചെയ്യിക്കാത്ത പണിയൊന്നും കാണുകയില്ല. ഞാൻ ചോദിക്കട്ടെ, തലവേദന മാറുന്ന പോലെ വല്ലതും ആണോ? കിളിവാതിക്കൽ നോത്തം താഴെ വീണ് മരിച്ചു പോയവനെ പ്രാർത്ഥിച്ച് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ കാര്യമാണോ? ഒന്നുമല്ല. നിങ്ങൾ ആരും ചോദിക്കേ. പക്ഷെ അവിടെ നടന്നത് പിന്നെ അവനെ കൊണ്ടുള്ള ഷോ അല്ല. പുലരുവോളം പൗലോസ് വചനം പ്രസംഗിച്ചെന്ന്, അല്ലാതെ അവനെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയല്ലായിരുന്നു. വീണപ്പോൾ ഏത് ഭാഗം ഇടിച്ചാണ് വീണത്? തലയുടെ ഈ പിറകു ഭാഗം, മെഡില്ല ഒബ്ലാങ്കറ്റയാണോ നിലത്തടിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? അതിങ്ങനെ അടിച്ച സമയത്ത് എന്താണ് ശരീരത്തിൽ അനുഭവപ്പെട്ടത്? നമ്മൾ എന്തെല്ലാം പരിപാടി അവനെ കൊണ്ട് കാണിച്ചേ. സ്തോത്രം. ഇവിടെ ആണ്ട് കിളിവാദം താഴെ പോയി മരിച്ചു, പൗലോസ് അവന് വേണ്ടി ജീവൻ തിരിച്ചു കിട്ടി. പിന്നെ അവനോട് കയറി വന്നത് പ്രസംഗം കേൾക്കുക. അത് എത്ര വരെ? പുലരുവോളം അവൻ പ്രസംഗം കേട്ടു. അത് വീണത് അവന് ഗുണമായി. ആ പുലരുവോളം പ്രസംഗം കേട്ടു. ഞാൻ ഓർക്കുക, പൗലൂസിനെ പോലുള്ള ആളുകളുടെ പ്രസംഗത്തിന്റെ ശൈലിയും പൗലൂസിനുള്ള വചനത്തിന്റെ വെളിപ്പാടും ഒക്കെ ചെറുതു വല്ലതുമാണോ? നമ്മളിവിടെ എന്താ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നു. ഇനി പോട്ടെ, പൗലൂസിനെ വിട്ടേരും. കർത്താവ് 3 ദിവസമായിട്ട് പ്രസംഗിക്കുക. ഇനി പൗലൂസ് മനുഷ്യനല്ലേ, കുറവുള്ള മനുഷ്യനല്ലേ, പുള്ളിയെ വിട്ടേരും. 3 ദിവസമായിട്ട് കർത്താവ് പ്രസംഗിക്കുന്നു. 3 ദിവസം ശാന്തമായിരുന്ന ആൾക്കാർ വചനം കേട്ടില്ലേ? ഞാൻ ഓർക്കുക, അവിടെ എന്നാ തീയാ കത്തേണ്ടതല്ലേ? കർത്താവിന്റെ പ്രസംഗം കൊച്ചു കുഞ്ഞടക്കം കേട്ടിരുന്നു. 5 അപ്പം 2 മീനും വെച്ചോണ്ട് ആ കൊച്ചനും ഇരുന്ന്. അവന് അപ്പത്തിന്റെ കാര്യവും മറന്നുപോയി, മീനിന്റെ കാര്യവും മറന്നുപോയി. അത്ര ആവശ്യത്തോടെ വചനം കേട്ടുകൊണ്ടിരുന്നു. അവിടെ ഒട്ട് തീയും കത്തിയില്ല, ഒരു ഫയറും ഉണ്ടായില്ല, ഒരു വിങ്സും ഉണ്ടായില്ല, ഒരു വ്യാപാരം ഉണ്ടായില്ല. ഞാനൊരു കാര്യം പറയാം, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അതിലൊരു പ്രധാന കക്ഷി പറയാം, ഞാൻ എന്റെ ശബ്ദം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവാ, പിടിക്കാൻ പിടിച്ചു. അത് പറഞ്ഞപ്പോഴത്തെ ഞാൻ ലൈവ് കണ്ട കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ശബ്ദം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പിടിക്കാമെങ്കിൽ പിടിച്ചൊന്നു. ഞാൻ നോക്കുമ്പോണ്ട ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് എല്ലാം കൂടെ ഓടി വന്ന് ഈ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുക. പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. സ്തോത്രം. എന്റെ സങ്കടം ഇത് ദൈവസന്നിധിയാണല്ലോ നോക്കുമ്പോഴേ, അയ്യോ അവിടെ ഉരുണ്ട് വീണ് കിടന്ന് എല്ലാം കൂടെ. കാരണം ചിന്ത എന്താണെന്നറിയാമോ? ഇവനിൽ നിന്നാണ് ഇത് വ്യാപരിക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. ഇതിനൊക്കെ ഈ ലേഖനമൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കണ്ടോ, നമ്മുടെ അകത്താരാണ് ഇരിക്കുന്നത്?
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക. വല്ല ബോധം നമുക്കുണ്ടോ? സ്വോത്രം. അന്നേരം ഇവന്റെ ശബ്ദം ഷെയർ ചെയ്ത് ഏറ്റുപിടിക്കാൻ പോവുക. അവന്റെ ശബ്ദം ഷെയർ ചെയ്ത് നമുക്ക് എന്നാ ഗുണം? ഞാൻ എന്റെ ശബ്ദം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഞാൻ എന്റെ കണ്ണ്, ഇവൻ എന്നെ ഇത്ര ഡിവൈനിച്ചിരിക്കുന്നത്. പൗലൂസിന്റെ ശബ്ദം എവിടെയും ഷെയർ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. അപ്പോസ്തലന്മാരാരും അവരുടെ ശബ്ദം ഷെയർ ചെയ്തായിട്ടോ അവരുടെ കണ്ണ് ഷെയർ ആയിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഇന്ന് പിന്നെ കിഡ്നി പോയ ആൾക്കാർക്ക് കിഡ്നി കൊടുക്കുന്നുണ്ട്, അതൊന്നും ചെയ്യത്തില്ല ഇവരാരും. അല്ലെങ്കിൽ കിഡ്നി മൊത്തം പോയ ഒരാൾക്ക് ഞാൻ എന്റെ ഒരു കിഡ്നി ഷെയർ ചെയ്യാൻ പോകുന്നു, ഇവൻ പറയുവോ? വിവരറിയും. സ്വോത്രം. ഇല്ല, അതൊന്നുമില്ല. ഞാൻ എന്റെ ശബ്ദം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. പിടിക്കാമെങ്കിൽ പിടിച്ചോ. സ്വോത്രം. അടുത്ത ആഴ്ച ക്ലാസ് കാണോ ഇല്ലെന്നോ ദൈവം തമ്പുരാന് മാത്രം അറിയിച്ചു. നീ ക്ലാസ് ഉണ്ടേലും ശരി ഇല്ലേലും ശരി, പ്രയോജനമുള്ളൊന്നും മറച്ചു വെക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ എന്നുള്ളത് ഞാൻ ഇക്കാര്യം പറയും. പ്രിയമുള്ളവരെ, അബദ്ധത്തിലൊന്നും ഇന്ന് ചാടരുത്. ഇതെല്ലാം നമ്മളെ കൊണ്ടുവന്ന് എങ്ങോട്ടാണെന്നറിയും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ആത്മവ്യാപാരം വരുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ കാട്ടിക്കൂട്ടെന്ന് അറിയാൻ നോക്കത്തില്ല. നമ്മളങ്ങ് കൊണ്ടുപോവുക. എന്താ പൊന്നോ, ബാംഗ്ലൂരൊക്കെ ഉരുണ്ട് കൊണ്ട് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ആരെങ്കിലും ഗലാത്യ ലേഖനം എടുക്കാമോ? 5-ാം അധ്യായം 22-23 കാണാതെ പറയേണ്ട വാക്യമാണ്, പക്ഷെ എടുത്തിട്ട് വായിച്ചാൽ മതി. കഴിയുമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷ് വായിക്കാരെങ്കിൽ നന്നായിരുന്നു. ഇംഗ്ലീഷ് വായിക്കാൻ പറ്റൊരാളും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. എന്റെ അടുത്ത് ഇംഗ്ലീഷ് ബൈബിൾ ഇരിപ്പുണ്ട്. ആദ്യം മലയാളത്തിൽ ഒന്ന് വായിച്ച് ഗലാത്യ ലേഖനം 5:22-23. ഇംഗ്ലീഷ് ഞാൻ വായിച്ചോളാം. മലയാളത്തിൽ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ. ഗലാത്യർ 5:22 ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ശ്രദ്ധിക്കണേ. മലയാളത്തിൽ വായിച്ച് നിങ്ങൾ കേട്ടല്ലോ. But the fruit of the Spirit is love, joy, peace, long-suffering, kindness, goodness, faithfulness, gentleness, last, self-control. മലയാളത്തിൽ ഇന്ദ്രിയജയം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു സെൽഫ് കൺട്രോൾ. അർത്ഥം സ്വയ നിയന്ത്രണം. ആരും എന്നോട് വഴക്കുണ്ടാക്കരുത്. ഞാൻ വചനത്തിൽ നിന്ന് വാക്യം തെളിവായി ചൂണ്ടിക്കാണിക്കുക. ഈ ആത്മശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് അങ്ങ് പോകുന്നു, ഉരുണ്ട് വീഴുന്നു, പിടയ്ക്കുന്നു. പിന്നെ എന്നാ നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത സ്ഥിതി വരുമ്പോൾ ഈ വാക്യം തെറ്റിപ്പോവും. അല്ല, ഈ വാക്യം വെട്ടിക്കളയണം. അതാണ് ശരിയെങ്കിൽ ഈ വാക്യം വെട്ടണം. സ്തോത്രം. ആത്മാവുള്ളവനിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണെന്ത്? സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം. ഇല്ല, ഉരുണ്ട് വീണാൻ കൊണ്ടുപോവല്ല. വീഴാൻ വരുന്നവർക്ക് പിന്നെ മതി കേട്ടോ. സ്തോത്രം. നിൽക്കുന്നത് തോന്നുന്നു വീഴാതിരിക്കാൻ സൂക്ഷിച്ചോട്ടെന്നാ വാക്യം. പോട്ടെ, ഞാനിതൊക്കെ ഈ രൂപേന്യരെയും ഗാദറേയും അവരുടെ ബിസിനസ് ഓർത്തപ്പോ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞതല്ല. ദയവായി നിങ്ങൾ എന്നെ മറ്റൊന്നും കാണരുത്. സ്തോത്രം. ഒരു ദൈവപ്രവർത്തി ഇനി ആരിൽ നടന്നിരിക്കട്ടെ, മഹത്വം ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ. ശരിയല്ലേ? ശുശ്രൂഷകന് ഒരു ആത്മീക ശുശ്രൂഷയിലും ശുശ്രൂഷകന് അവനിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നില്ല. കേവലം ദാസൻ മാത്രമാണ്, ഒരു ഉപകരണമായി നിലകൊള്ളുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മാറ്റമൊന്നുമില്ല.
പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇന്നിപ്പോ കാണുന്ന ട്രെൻഡ് അനുസരിച്ച് എല്ലാം ഒരു ജൂനിയർ യേശുക്രിസ്തു ആയിട്ടാണ് ഇവരെല്ലാം നിലകൊള്ളുന്നത്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്റെ മനപ്രയാസം കൊണ്ട് ഞാൻ ഇത്രയും അങ്ങ് പറഞ്ഞു പോയത് മാത്രമേ. നിങ്ങളും വിചാരിച്ചു കാണാം, എടാ ഈ പുള്ളി കനാന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഇതിലെല്ലാം കൂടെ അതിലെല്ലാം പോയി സമയം പുള്ളി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത കാണാം. നോക്കണേ, അക്കരയ്ക്ക് പോകാൻ ഇവരെ മടി തോന്നിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാവേ. രൂപേനൊരു ഗാദരും അക്കരയ്ക്ക് പോകാതെ ഇക്കരെ നിൽക്കാൻ അവർ നിർബന്ധം പിടിച്ചൊരു കാര്യം സംഖ്യാപുസ്തകം 32 അധ്യായത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സംഖ്യാപുസ്തകം 32 അധ്യായം എടുത്തേ 16-17 വാക്യം വായിച്ചേ. അപ്പോൾ അവർ അടുത്തി എന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിന് നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തർ ഇവിടെ ഇപ്പൊ കുഴപ്പം എന്നാന്നറിയാം. ഇവര് പറയാ ആ 16-ാം വാക്യത്തിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാർക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. 17-ാം വാക്യം അവസാനിക്കുമ്പോഴും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. കണ്ടോ? ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ, അവരുടെ കാര്യം ഓർക്കുമ്പോൾ, അവരുടെ ഭാവി ഓർക്കുമ്പോൾ ഞങ്ങളോ ഇങ്ങനെ ആയിപ്പോയ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു ഭാവി വേണ്ടെന്നെ. ഇങ്ങനെയൊക്കെ പോയത് ഞങ്ങൾ ഈ യോഗത്തിന് വരാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ പിള്ളേർക്ക് ട്യൂഷനുണ്ട്. മനസ്സിലായോ? നിങ്ങളെ കോണ്ടസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഓർത്താണ് ഞാൻ എങ്ങനെ തൊടാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളൊന്ന് അടുപ്പിക്കാൻ വേണ്ടി ആ കോണ്ടസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പറയാം. മോശയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇതിനെ സൂചിച്ചിരിക്കാൻ പോവുകയാണോ? നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവര് പറയാണ്, എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യട്ടെ. ഈ പിള്ളേരെ യുദ്ധത്തിന് അടുപ്പിക്കുകയല്ല, നമ്മൾ അത് തന്നെയല്ലേ ചെയ്തത്. നമ്മുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ആത്മീയ വിഷയമായിട്ട് അടുപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. കുഞ്ഞുങ്ങളെ ഉറപ്പുള്ള പട്ടണത്തിൽ പാർപ്പിക്കണം. അവർ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുള്ളൂ, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയാം. ആ ദേവദാസൻ പറഞ്ഞ സാക്ഷി ഇതായിരുന്നു. പ്രിയരെ, ഞാൻ തിരുവനന്തപുരത്തിന്റെ അങ്ങേ അറ്റത്ത് തമിഴ്നാടോട് ചേർന്ന ആ പ്രദേശങ്ങളിലൊക്കെ ഒട്ടനവധി മൈലുകൾ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പൊടി കൊണ്ടും വെയിൽ കൊണ്ടും ഒക്കെ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. എനിക്ക് 3 ആൺമക്കളെ ദൈവം തന്നു. ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞാൻ അവിടെ എല്ലാം വീടുകൾ കയറി ഇറങ്ങിയും പരിശീലനം നടത്തുകയും ഒക്കെ അനേക ആത്മാക്കളെ നേടി. ഇപ്പോൾ ഞാൻ പ്രായാധിക്യത്തിലായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന ഈ സമയത്ത് എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഞാൻ അന്ന് അവിടെ കഷ്ടപ്പെട്ടെങ്കിലും ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നീതിയായി കണക്കിട്ടു. എൻ്റെ 3 മക്കളെ ദൈവം അനുഗ്രഹിച്ചു. മൂത്ത മോൻ കുടുംബമായി അവർ UK-യിൽ പാർക്കുന്നു. ഇളയ മോൻ ദോഹയിൽ അവർ കുടുംബമായി പാർക്കുന്നു. രണ്ടാമത്തവൻ സൗത്ത് ആഫ്രിക്കയിൽ കുടുംബമായി അവരവിടെ സെറ്റിൽഡ് ആയിരിക്കുന്നു. നോക്കൂ, കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ദോഷമൊന്നും വന്നില്ല. ദൈവം എന്നെ ആദരിച്ചെന്ന് എനിക്ക് സത്യം പറഞ്ഞ കൂട്ടത്തിന് നെഞ്ചിലടിക്കുന്ന പോലെ തോന്നിപ്പോയി. എന്ന് പറഞ്ഞാൽ എനിക്കോ അബദ്ധം പറ്റി, എന്റെ പിള്ളേർക്ക് ഇത് വരാതെ ദൈവം രക്ഷിച്ചെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു വെച്ചത്. ഞാനോ വീടുകളിൽ കയറി ഇറങ്ങി പൊടി കൊണ്ടും മഴ കൊണ്ടും വെയിൽ കൊണ്ടും കർത്താവിന്റെ വേല ചെയ്തെങ്കിലും എന്റെ പിള്ളേരെ ആ വഴിക്ക് വിടാതെ ഒരാളെ UK-യിലാക്കി, ഒരാളെ കാനഡയിലാക്കി, ഒരാളെ അബുദാബിയിലാക്കി, ഒരാളെ ഓസ്ട്രേലിയയിലാക്കി ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ, എത്ര ശോചനീയമായ ഒരു അനുഭവമാണത്. 3 ആൺമക്കളെ തന്നു. 3 പേരും കർത്താവിന്റെ വേല ചെയ്യണമെന്നുണ്ട്. പക്ഷേ 3 പേരുമില്ലെങ്കിലും ഒരാളെങ്കിലും ഞാൻ ചുമന്ന പുസ്തകം ചുമക്കാൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലേ പ്രിയരെ അഭിമാനം.
അത് പറയത്തില്ല. ഞാൻ ചുമന്ന പുസ്തകം ചുമക്കാൻ, എന്റെ കാലശേഷം ഞാൻ ചുമന്ന പുസ്തകം ഷോക്കേസിൽ ഇരിക്കാതെ അത് ചുമക്കാൻ എന്റെ തലമുറ എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലേ അനുഗ്രഹം? പ്രൈസ് ദി ലോർഡ്. അതല്ലേ ദൈവം മാനിച്ചെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അർത്ഥപൂർണമാകുന്നത്? നോ. പിള്ളേരെ ഈ കനാൻ ദേശത്തെ യുദ്ധത്തിലേക്ക് പിള്ളേരെ അടുപ്പിക്കാതെ കുഞ്ഞുങ്ങളെ എല്ലാം സെറ്റിൽ ചെയ്യുക. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ കാര്യം ഞാനീ പറഞ്ഞു. അവരെ എവിടെയെങ്കിലും അവരെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. അവരെ എന്തിനാ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ആത്മീയ വിഷയത്തിലേക്ക് അടുപ്പിക്കാതെ അവരുടെ എന്താ പറയുക സെക്യൂരിറ്റി, അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. സ്തോത്രം. മോശ പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. 20 വയസ്സിന് പ്രായമുള്ള യുദ്ധത്തിന് പുറപ്പെടാൻ പ്രാപ്തരായവരെ മാത്രം അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടും പുറപ്പാക്കണമെന്നാ പറഞ്ഞേ. കണ്ടോ, ഈ പോക്ക് തന്നെ ഒരു യുദ്ധത്തിനാണ്. അതിനുവേണ്ടി വേണം അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടും പുറപ്പാക്കാനും. സ്തോത്രം. പക്ഷേ അങ്ങനെ ഇറങ്ങിയ ആളുകൾ ഇപ്പൊ പറയുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ ഭാവി. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോലും നമ്മുടെ പ്രധാന വിഷയം എന്താ? കുഞ്ഞുങ്ങളുടെ ഭാവി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടോ, ഷാജിപ്പാസ് കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധിച്ച് വിഷയമൊന്നും ഇല്ലാത്ത ആളാണ്? അല്ലല്ല. പക്ഷേ അവരെത്ര ഉന്നതമായ നിലയിലായിരുന്നാലും ശരി, അവർ ആത്മീകരല്ലെങ്കിലോ മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ നന്നായിട്ട് തന്നെ വളർത്തണം. അപ്പോൾ തന്നെ അവർ ആത്മീകരാണെന്ന് നമ്മൾ ഉറപ്പാക്കും കൂടെ ചെയ്യണം. ദയവായി ഇവർ കാണിച്ചതുപോലെ കുഞ്ഞുങ്ങൾ ഒരു പട്ടണത്തെ സുരക്ഷിതരാക്കി അവരെ ഇതിലേക്കൊന്നും അടുപ്പിക്കാതെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത നിലയിൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും വളർത്തിക്കൊണ്ടു പോകരുത്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്താണെങ്കിലും സാക്ഷി പറയുമ്പോഴാണ് എന്തിനു വേദിനുമായിക്കൊള്ളട്ടെ, നമ്മുടെ ശൈലി കേട്ടാൽ അറിയാമല്ലോ എന്താണ് നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ലക്ഷ്യമെന്ന്. ശരിയാണോ ഞാൻ പറഞ്ഞത്? യെസ്. ഞായറാഴ്ച നമ്മൾ സാക്ഷ്യം പറയല്ലേ? കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു. എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മറത്തുനിന്ന് കണ്ണിനെ കണ്ണിൽ നിന്ന് പിടിവെച്ചു. എന്റെ കുടുംബത്തെ ദൈവം നിലനിർത്തി. എന്റെ നിലനിൽപ്പിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലേ? വേണത് പറയണത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ആഴ്ചയിലും പറയല്ലോ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു? ഇല്ല, പറയത്തില്ലേ? ദൈവം എനിക്ക് നല്ലവനായിരുന്നു. എന്റെ ചോദ്യം, എന്നാ ദൈവം നിനക്ക് മോശക്കാരനായിരുന്നിട്ടുള്ളത്? പറ. ദൈവം എന്നാ നിനക്ക് മോശക്കാരനായി ഇരുന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് എപ്പോഴെങ്കിലും മോശക്കാരനായിരിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് നല്ലവനാകാനേ പറ്റൂ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനം. ഇങ്ങനെ വരുമ്പോ കാണാം, അമോര് രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്, ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തിന് നല്ലവനാകാനേ പറ്റൂ. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ. അതുകൊണ്ട് ദൈവത്തിന് നല്ലവനാകാൻ അല്ലാതെ മോശക്കാരനാകാൻ പറ്റുമോ എന്ന് എന്റെ ചോദ്യം. ഇല്ല. അങ്ങനെയാണെങ്കിൽ സാക്ഷിവാചകം തിരുത്തണം. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നോ എന്നല്ല പറയേണ്ടത്. മറിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ദൈവത്തിന് നല്ലവനായിട്ടാണോ ജീവിച്ചത്? അത് വേണ്ട സാക്ഷി പറയാൻ? കുഴഞ്ഞോ? ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നു, സമ്മതിച്ചു. ദൈവം നല്ലവനാണെന്ന് പറഞ്ഞപ്പോ സന്തോഷം വേറെ ഇല്ല, അത് പറയണം. പക്ഷെ എന്റെ ചോദ്യം, സാക്ഷ്യം തീരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ ദൈവത്തിന് നല്ലവനായിട്ടാണോ ജീവിച്ചത്? എന്റെ പോക്ക് കൊണ്ട്, ഇടപാട് കൊണ്ട്, കൊടുക്കൽ വാങ്ങുകൊണ്ട്, സംഭാഷണം കൊണ്ട് ഒക്കെ ഞാൻ ദൈവത്തിന് നല്ലവനായിരുന്നോ ഇല്ലയോ എന്ന് പറയണം. പറ്റുമോ പറയാൻ?
പറ്റുമോ പറയാൻ? ദൈവം എനിക്ക് നല്ലവനായെന്നുള്ള ഞാൻ സമ്മതിച്ചു, യാതൊരു സംശയമില്ല. കാരണം ദൈവം എന്നും നാളെയും നാളെ കഴിഞ്ഞും എന്നും ആയുസ്സുള്ളത്രയും കാലം ദൈവം നമുക്ക് നല്ലവൻ തന്നെയാണ്. ഒരൊറ്റ ദിവസം പോലും ദൈവം നമുക്ക് മോശക്കാരനായിരിക്കാൻ അങ്ങനെ ആകാൻ ദൈവത്തിന് കഴിയില്ല. അതാണ് കാരണം. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനാ. നല്ലവനാകാനേ ദൈവത്തിന് പറ്റൂ. എന്റെ ചോദ്യം അതല്ല, നമ്മൾ ദൈവത്തിന് നല്ലവനായിട്ടാണ് ഒരാഴ്ച ജീവിച്ചത്. അതെന്താ പറയാത്തെ? കൃപയാൽ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ദൈവത്തിന് നല്ലവനായി, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടാതെ, ഞാൻ നിമിത്തം ദൈവസഭയ്ക്ക് ഒരു ദോഷമുണ്ടാകാതെ, ഞാൻ നിമിത്തം സഹവിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, ഞാൻ നിമിത്തം മറ്റൊരാൾക്കൊരു മനോവേദന ഉണ്ടാകാതെ, ഞാൻ നിമിത്തം മറ്റൊരാളുടെ ഒരു കുറ്റം എന്താ പറയാ പുറം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാതെ, എല്ലാം കൊണ്ട് ജീവിതത്തിൽ ഞാൻ പരമാവധി ദൈവനാമത്തെ ദുഷിക്കാത്ത നിലയിൽ ദൈവത്തിന് നല്ലവനായിട്ട് ജീവിപ്പാൻ ദൈവം കൃപ നൽകി എന്ന് പറയാൻ പറ്റുമോ? ദൈവം എനിക്ക് നല്ലവനായിരുന്നു, ആ സമ്മതിച്ചു. തിരിച്ചോ? നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവനായിരുന്നു എന്നാ? ആ വാക്യം അങ്ങനല്ലേ? കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ആട കിടക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നതിനാണല്ലോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഞാൻ പറയാൻ വന്ന പുള്ളിക്ക് വരാൻ ഒത്തില്ല. ഞാൻ ഇടയ്ക്ക് ഒരു മുന്നറിയിപ്പുകൾ അവഗണിക്കരുന്ന് പറഞ്ഞ സന്ദേശം പോലെ ചില കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് ഇന്ന് പറയാൻ ഞാൻ എഴുതിക്കൂട്ടി വെച്ച ടോപ്പിക്ക് ഒന്നും വരാൻ പറ്റില്ല. സോറി, ക്ഷമിക്കാൻ. നമുക്ക് അടുത്ത ആഴ്ച ആ ഭാഗത്തേക്ക് പോകണം. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ കൂടെ നടന്ന വിശ്വാസത്തിന്റെ യാത്ര എങ്ങനെയാണ് നമ്മൾ പഠിച്ചേ പറ്റൂ. അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എത്രയും പറയാൻ കാരണം ഒരു പ്രജുഡിസ് മൈൻഡോടുകൂടി അല്ല, മുൻവിധിയോടുകൂടി അല്ല. പക്ഷേ ദൈവസഭയെ കാർന്ന് തിന്നുന്ന അർബുദം പോലെ ഇതിനകത്ത് വന്ന് കയറുന്ന വൈറസുകളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കും. അത് വരുത്താതിരിക്കാനായിട്ടാണ് രൂപേനിയരും ഗാദറിനും ട്രെൻഡ് ഇന്ന് നമ്മുടെ ചുറ്റും എങ്ങനെയാണ് അത് വ്യാപരിക്കുന്നുള്ളൊരു മുന്നറിയിപ്പ് ഞാനിത് തരാൻ കാരണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ദർശന കനാനാണ്. രൂപേന്യർക്കും ഗാദർക്കും ഇവിടെ കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി. നമ്മുടെ പ്രസംഗത്തിന് ആദ്യം കേൾക്കുന്നതല്ലേ, ഞാൻ നിന്നെ ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്നും പറിച്ചു നടാൻ പോവുക. ഇങ്ങോട്ട് റോഡ് സൈഡിൽ നീ അറിയാത്തതും നീ കാണാത്തതുമായ ചിലതൊക്കെ തന്ന് നിന്നെ ആദരിക്കാൻ ദൈവം തരികയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന് എന്താ ഗുണം? അത് നിമിത്തം ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ദൈവരാജ്യത്തെ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഗുണം അതിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. പോട്ടെ, എന്റെ വാക്കുകളുടെ വിരാമം കുറിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട പോലേക്ക് ഇപ്പൊ കയറാൻ പറ്റാത്തത് കൊണ്ട്, സമയം ക്ലോസ് ആയതുകൊണ്ടും ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ദൈവം ശ്രദ്ധിക്കണേ, നമ്മുടെ ദർശന കനാനാണ്. കനാലിലേക്ക് പോകാൻ ഇറങ്ങിയ ദൈവജനം ഒരു കാരണവശാലും അതിനിടയിൽ നമ്മുടെ ദർശനത്തെ വഴി മാറ്റി വിടുന്ന രൂപേന്യരുടെയും ഗാദരുടെയും സന്ദേശത്തിന്റെ പുറകെ പോകരുതെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അവര് പറഞ്ഞ മുഴുവൻ രൂപേന്യരുടെ അമ്മൂർ രാജാവായ സീഹോന്റെയും ബാശാൻ രാജാവായ ഓഗിന്റെ സ്ഥലം നമുക്ക് അവകാശമായി കിട്ടും എന്നുള്ളത് അവരുടെ സന്ദേശം. ഇന്ന് നമ്മൾ കേൾക്കുന്ന സന്ദേശത്തിനകത്ത് മുഴുവൻ അമ്മൂർ രാജാവായ സീഹോന്റെ സ്ഥലവും ബാശാൻ രാജാവ് ഓഗിന്റെ സ്ഥലം ദൈവം നിനക്ക് തരാൻ പോകുന്ന സന്ദേശങ്ങളാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് പാലും തേനും ഒഴുകുന്ന ശാശ്വത കനാനാണ്. അത് വരാതിരിക്കാൻ ജീവിതത്തിൽ ഗൗരവത്തോടെ ക്രിസ്തുവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം കൃപ ചെയ്തെന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്നു. ദൈവമായ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇതിന്റെ തുറന്നുള്ള വേദഭാഗങ്ങൾ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.